ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ കറിയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂരുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കല്ലുമക്കായ കറി. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ വിടില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, വെറുതെ പറയല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കല്ലുമക്കായ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 750 ഗ്രാമാണ് കേട്ടോ കല്ലുമക്കായ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷമാണ് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ഒരു കാര്യം പറയാൻ, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, കല്ലുമക്കായ കഴുകുമ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് നമുക്ക് ചെമ്മീനൊക്കെ കിട്ടുമല്ലോ, ഒരു ഞരമ്പ് പോലത്തെ ഒരു സംഭവമില്ലേ, അതൊക്കെ ഈ കല്ലുമക്കായയിലും ഉണ്ടാവും കേട്ടോ, ഒരു വെള്ള കളറിൽ. അതൊക്കെ പ്രത്യേകം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് വയറുവേദന കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്കിത് ഇറച്ചി ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ പറ്റും കേട്ടോ. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ വടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇതുപോലെ ഇറച്ചി സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ തോടിൻ്റെ സൈഡിൽ ഒരു പച്ച കളറിൽ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. ആ ഒരു സംഭവം ഒന്ന് കെണിയാതെ വേണം കേട്ടോ ഇറച്ചി സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. കാരണം പെട്ടെന്ന് വയറുവേദനയൊക്കെ വരും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇതിൻ്റെ ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കണ്ടില്ലേ, ഈ എടുത്ത് കാണിക്കുന്ന പോലത്തെ ഈ ഒരു സംഭവം ഒന്ന് കെണിയാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവൻ ഇറച്ചിയൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത് മുഴുവൻ ഇറച്ചി ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2-3 തവണ വീണ്ടും ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിത് തേങ്ങ അരച്ച് വെക്കുന്നൊരു കറിയാണ് കേട്ടോ കല്ലുമക്കായ കൊണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് അരച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള തേങ്ങയുടെ പകുതി ഉണ്ടാവില്ല, അരമുറിയായിട്ട് അങ്ങനെ വരുന്നത് ചിരകിട്ടാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് തേങ്ങ അരയാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്, തേങ്ങയൊന്ന് കവറാകുന്ന രീതിയിലുള്ളത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിലും വെക്കാം. അപ്പോൾ മൺചട്ടിയിലാകുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഒന്നുകൂടി കൂടും അല്ലേ, അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പകരം ഓയിൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ചട്ടി ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറിക്ക് ഓവറോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. എണ്ണയ്ക്കൊക്കെ നല്ല ഫ്ലേവർ വന്നിട്ട് അതിനാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സവാളയാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. സവാള അത്യാവശ്യം വേണമെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക, സവാള വയലാൻ ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് അത്യാവശ്യം നല്ലപോലെ കളറൊക്കെ മാറി വരണം കേട്ടോ, അതുവരെ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് സവാള ഈ ഒരു രീതിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ആയിക്കിട്ടണം, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്ര ആയതിനു ശേഷം നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് കട്ട് ചെയ്ത് തന്നെയാണ് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് മുളകങ്ങ് കരിഞ്ഞു പോവും, ആ ഒരു കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടാതെ. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുക്കുക. പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വലുപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ 2 എണ്ണമൊക്കെ മതി. നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ, എങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് തക്കാളി നല്ലപോലെ ഒന്ന് വെന്തുടയുന്നവരെ വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇതാ തക്കാളി അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഒരുപാട് അങ്ങ് ഫുള്ളായിട്ട് ഉടയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം നമ്മളിത് കല്ലുമ്മക്കായും കൂടി ഒന്നിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആയതിനു ശേഷം നമ്മൾ നേരത്തെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റാൻ വേണ്ടി കല്ലുമ്മക്കായി വെച്ചിട്ടായിരുന്നില്ലേ, അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കല്ലുമ്മക്കായൊക്കെ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളൊന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് 5-6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും കല്ലുമ്മക്കായ ഏതാണ്ടൊരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ചിട്ട് ഫസ്റ്റ് തന്നെ മാറ്റി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അരപ്പ് നല്ല ടൈറ്റായിട്ട് അരച്ചത് കൊണ്ട് തന്നെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാൻ അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കറി ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മഞ്ഞളൊക്കെ കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കളറും ഇതൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്യട്ടെ. കാരണം പലർക്കും പല രീതിക്കായിരിക്കുമല്ലോ കറിയൊക്കെ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പ് ഒട്ടും ഇല്ലാതിരുന്ന കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഓവർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണിയും കിട്ടും. അപ്പോൾ ബിഗിനേഴ്സിനോടൊക്കെയാണ് പ്രത്യേകം പറയുന്നത്, കറിയൊക്കെ വെക്കുമ്പോൾ ഉപ്പ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നല്ല ഫ്ലേവറൊക്കെ വരും കേട്ടോ. കല്ലുമ്മക്കായുടെ നല്ല സ്മെല്ലും ഒക്കെ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തന്നെ തിളപ്പിച്ചോളൂ കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കല്ലുമ്മക്കായ കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലൂസിൽ ഓഫാക്കുകയാണ് ഫ്ലെയിം. കാരണം കുറച്ചും കൂടി ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ചുകൂടി കട്ടി കൂടും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഓഫാക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം ഫൈനൽ ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്യട്ടെ. കാരണം എന്ന് വെച്ചെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറി നമുക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്ന. കണ്ടില്ല, തിക്നെസ് കുറച്ചുകൂടി കൂടിയിട്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും വന്നിട്ട് തവണയെങ്കിലും നിങ്ങൾ കല്ലുമ്മക്കായൊക്കെ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്